കറുത്ത വറ്റുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം, അല്ലാതെ മുഴുവൻ ചോറും ചീത്തയാണെന്ന് പറയരുത്. വാചകം എന്റേതല്ല, കരുവന്നൂർ സഹകരണ സംഘത്തിലെ ED നടപടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകമാണിത്. ചോറിലെ കറുത്ത വറ്റുകളുടെ എണ്ണം അപ്പോൾ എത്ര വരെയാകാം? എത്ര കറുത്ത വറ്റു വരെ ഊണിന് മുൻപ് ഒരാൾക്ക് എടുത്തു മാറ്റാൻ കഴിയും? കൃത്യം കണക്കുകൾ പുറത്തുവിടുന്ന സത്യം പറയട്ടെ ആരംഭിക്കുന്നു. സ്വാഗതം. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ ആ കറുത്ത വറ്റ് എന്തെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ ഒരു വലിയ പാത്രത്തിൽ ചോറുണ്ട്, അപ്പോൾ അതിലൊരു കറുത്ത വറ്റുണ്ടെന്ന് വിചാരിക്കുക. ആ കറുത്ത വറ്റെടുത്തിട്ട് ഇത് ആകെ മോശം ചോറാണെന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങെടുത്ത് കളയാന്നുള്ളതല്ലേ ഉള്ളൂ. സാധാരണ കഴിക്കാത്തവർ അങ്ങെടുത്ത് കളയും. ഈ നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ സംഭാവന നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണല്ലോ. അതിനകത്ത് ഒരു സാധാരണഗതിയിൽ നിന്ന് വഴിവിട്ട് സഞ്ചരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ വേണം. അതിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സഹകരണ മേഖല കേരളത്തിന്റെ ജീവശ്വാസമാണ്. സഹകരണ പ്രസ്ഥാനം തകരുക എന്നാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നാടിമിടിപ്പ് നിലയ്ക്കുക എന്നാണ് അർത്ഥം. സഹകരണ പ്രസ്ഥാനത്തിന് പകരമാകാൻ ഒരു ബാങ്കിംഗ് ശൃംഖലയ്ക്കും കഴിയില്ല. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ കറുത്ത വറ്റുകളിലേക്കുള്ള നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നു. ഒരു സസ്പെൻസും ഇല്ലാതെ ആ കണക്ക് ആദ്യം തന്നെ അങ്ങ് പറയുകയാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയ വിവിധ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നത് 227 സഹകരണ സ്ഥാപനങ്ങളാണ്. 16,000 സംഘങ്ങളുള്ള നാട്ടിൽ 227 എണ്ണത്തിൽ ക്രമക്കേടുകൾ നടന്നാൽ 1% മുകളിലേ ഉള്ളൂ എന്ന് കാണാം. ശതമാനക്കണക്കിൽ ചെറുതാണെങ്കിലും ഓരോ ജില്ലയിലും ക്രമക്കേട് സ്ഥിരീകരിച്ച 12 മുതൽ 19 വരെ സംഘങ്ങൾ ഉണ്ട് എന്നതാണ് ഇതൊരു വ്യാപകമായ പ്രതിഭാസമാണ് എന്നതിന്റെ സൂചന. 10 കോടി മുതൽ 300 കോടി വരെ തട്ടിച്ച വമ്പന്മാരുണ്ട്. ഈ സംഘങ്ങളിലെല്ലാം കൂടി നടന്ന തട്ടിപ്പിന്റെ മൂല്യം ഏകദേശം 3000 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതൊരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. ഈ 227 സഹകരണ സംഘങ്ങളിലും നടന്നത് സാമ്പത്തിക തട്ടിപ്പുകളാണ്. സാമ്പത്തിക മിസ്മാനേജ്മെന്റ് അഥവാ നോട്ടപ്പിശക് കൊണ്ടുള്ള വീഴ്ചകൾ അല്ലാതെ ഇല്ലാത്ത ആളുകൾക്ക് വായ്പ നൽകുക, ഒരേ ആധാരം വച്ച് പല ആളുകൾക്ക് വായ്പ നൽകുക, ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വായ്പ നൽകുക, ഒരേ വസ്തു തന്നെ പല സഹകരണ ബാങ്കുകളിൽ കാണിച്ച് വായ്പ എടുക്കുക, വ്യാജരേഖകൾ സമർപ്പിക്കുക, സ്വർണം മാറ്റി പകരം മുക്കുപണ്ടം വെക്കുക തുടങ്ങിയ തട്ടിപ്പുകളാണ് കണ്ടെത്തിയത്. എല്ലാം സർവം തികഞ്ഞ തട്ടിപ്പും കൊള്ളയും. ഈ 227 സഹകരണ സംഘങ്ങൾ എന്നത് മുട്ടാപ്പോക്ക് കണക്കല്ല. അവയുടെ എല്ലാം പേരിലുള്ള കേസുകൾക്ക് വ്യക്തമായ രേഖകളും തെളിവുകളുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അന്വേഷണം നടക്കുന്ന സംഘങ്ങൾ 19 എണ്ണമാണ്. മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും പേര് വിവരങ്ങളുള്ള സർക്കാർ രേഖ ന്യൂസ് മലയാളം ശേഖരിച്ചു. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം, പെരുമ്പഴൂർ സർവീസ് സഹകരണ ബാങ്ക്, പുത്തൻതെരുവ് സഹകരണ ബാങ്ക്, കണ്ട്ല ബാങ്ക്, പള്ളിച്ചൽ ബാങ്ക്, ഊരുട്ടമ്പലം ബാങ്ക്, മാരായമുട്ടം സഹകരണ ബാങ്ക് എന്നിങ്ങനെ പോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ അന്വേഷണം നടക്കുന്ന ബാങ്കുകൾ. BSNL സഹകരണ സംഘത്തിൽ 261.81 കോടി, കണ്ട്ല ബാങ്കിൽ 100 കോടി, പെരുമ്പഴൂർ ബാങ്കിൽ 32 കോടി. ഇങ്ങനെ പോകുന്നു അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ തട്ടിപ്പുകളുടെ വ്യാപ്തി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സ്ഥിരീകരിക്കപ്പെട്ട തട്ടിപ്പുകൾ 1000 കോടിയിലേറെ രൂപയാണ്. തിരുവനന്തപുരത്തേക്കാൾ കഠിനമാണ് വടക്കോട്ട് പോകും തോറുമുള്ള ഈ തട്ടിപ്പുകളുടെ ആഴം. കൊല്ലത്ത് 18, പത്തനംതിട്ടയിൽ 17, ആലപ്പുഴയിൽ 16 എന്നിങ്ങനെ സഹകരണ സംഘങ്ങൾ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് നടപടി നേരിടുകയാണ്. സഹകരണ മന്ത്രി VN വാസവന്റെ സ്വന്തം ജില്ലയായ കോട്ടയത്ത് 30 സഹകരണ സംഘങ്ങളിലാണ് തട്ടിപ്പ് സ്ഥിരീകരിച്ചത്. എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടും കണ്ണൂരും കാസർഗോഡും വരെ ഈ പട്ടിക നീളുന്നു. അങ്ങനെ ഓരോ ജില്ലയിലും നിരവധി ബാങ്കുകൾ നിലവിൽ അന്വേഷണം നേരിടുന്നു. അതിലേറെ ബാങ്കുകളിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാകാത്ത സാഹചര്യം തെളിഞ്ഞു വരുന്നു. അതെല്ലാം കോവിഡ് കാലത്തെ പ്രതിസന്ധി മൂലം ഉണ്ടായത് എന്നാണ് സർക്കാർ സഭയിൽ നൽകുന്ന മറുപടി. ഇപ്പോൾ കരുവന്നൂരിൽ പ്രതിസന്ധിയേ ഇല്ല എന്ന് വരെ സഹകരണ മന്ത്രി തന്നെ പറഞ്ഞു.
103 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ചില കൂട്ടർ പറഞ്ഞിരുന്നു ഈ പ്രഖ്യാപനമൊക്കെ ഉള്ളൂ, 1 രൂപ പോലും കൊടുക്കുകയില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി നിങ്ങൾക്കറിയുമോ? നിങ്ങളവിടെ പോയി നേരിട്ടൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ 103 കോടി രൂപ തിരിച്ച് നിക്ഷേപകർക്ക് കൊടുത്തപ്പോൾ അത് ചിലതിലെല്ലാം തിരിച്ച് നിക്ഷേപിച്ചിട്ട് പോയിരിക്കും. ഇപ്പോൾ 1 ലക്ഷം മടക്കി കൊടുത്തവർ 10,000 തിരിച്ച് നിക്ഷേപിച്ചവരുണ്ട്, 25,000 തിരിച്ച് നിക്ഷേപിച്ചവരുണ്ട്. അത് സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. കരുവന്നൂർ സഹകരണ ബാങ്കുകളിലെ പ്രശ്നം പരിഹരിച്ചു വരുന്നു എന്നാണ് സഹകരണ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് 3,200 അപേക്ഷകൾ ഇപ്പോഴും ബാങ്കിലുണ്ട്. അവർക്കൊന്നും പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ആകെ ആ തുക മാത്രം 272 കോടി 22 ലക്ഷം രൂപ വരും. നിക്ഷേപകർക്ക് പണം മടക്കി നൽകി എന്ന് പറഞ്ഞ തുക ആകെ 125 കോടി രൂപ മാത്രമാണ്. ഇതുവരെ കൊടുത്തതിലേറെയാണ് കരുവന്നൂരിൽ മാത്രം തിരികെ കൊടുക്കാനുള്ളത്. കേരള ബാങ്കിൽ നിന്നുള്ള വായ്പയും സർക്കാർ നൽകിയ സഹായവും ഉപയോഗിച്ചാണ് ഈ തുക നൽകിയത്. കോവിഡ് കാലത്തെ വരുമാനമില്ലായ്മ മൂലം തിരിച്ചടവ് മുടങ്ങാം, സ്വാഭാവികം. പക്ഷെ തട്ടിപ്പ് എങ്ങനെ നടക്കും? കരുവന്നൂർ ബാങ്കിലും കണ്ട്ല ബാങ്കിലും BSNL സഹകരണ സംഘത്തിലുമൊക്കെ 100 കോടി പിന്നിട്ട് തട്ടിപ്പ് നടന്നിട്ട് ആരും അത് അറിയാത്തത് എന്തുകൊണ്ടാണ്? അറിഞ്ഞിട്ടും മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? കരുവന്നൂരിലൊക്കെ എത്ര തവണയാണ് സഹകരണ വകുപ്പിൽ നിന്ന് തന്നെ മുന്നറിയിപ്പ് എത്തിയത്? ഇതൊന്നും അറിവില്ലായ്മ കൊണ്ടുണ്ടായ അബദ്ധങ്ങളല്ല. അപ്പോൾ കരുതി കൂട്ടിയുള്ള തട്ടിപ്പുകളാണ്. വിറ്റാൽ 10 ലക്ഷം പോലും കിട്ടാത്ത വസ്തു ഈട് വെച്ച് 2 കോടിയൊക്കെ വായ്പ കൊടുക്കുന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ടല്ല, ഇതൊക്കെ ആവാമെന്ന ധാർഷ്ട്യം കൊണ്ടാണ്. ഈ തട്ടിപ്പ് നടന്ന സഹകരണ സംഘങ്ങൾക്കെല്ലാം ഒരു സമാനതയുണ്ട്. ഒരു പാർട്ടി അല്ലെങ്കിൽ ചില വ്യക്തികൾ തന്നെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന സ്ഥാപനങ്ങളാണ്. 20-30 വർഷമായി ഡയറക്ടർ ബോർഡിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവരുമുണ്ട്. അസൽ തട്ടിപ്പുകാർക്ക് കടന്നു കയറാൻ കഴിയുന്ന ചക്കരക്കുടമായി മാറുകയായിരുന്നു ചിലയിടങ്ങളിലെങ്കിലും സഹകരണ സംഘങ്ങൾ. ഇങ്ങനെ ക്രമക്കേടുകൾ കണ്ടെത്തിയ ബാങ്കുകളിലെല്ലാം തുക സർക്കാർ വിചാരിച്ചാൽ കൊടുത്തു തീർക്കാൻ കഴിയുമോ? നിത്യവൃത്തിക്ക് വകയില്ലാത്ത നിലയിൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്ന ഇക്കാലത്ത് അത് എന്തായാലും സാധിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സഹകരണ സംഘങ്ങളിലെ ഭരണവും ജോലിയും രാഷ്ട്രീയ റിക്രൂട്ട്മെന്റിനുള്ള ഉപാധിയാക്കി മാറ്റിയ പാർട്ടികളാണ് ആദ്യത്തെ ഉത്തരവാദികൾ. നാട്ടിൻപുറത്തുകാർക്ക് പാർട്ടികൾക്കൊപ്പം നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഈ സഹകരണ ബാങ്കിൽ നിന്നുള്ള വായ്പയും അവിടെ തൊഴിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും. ഇത് മുതലാക്കിയാണ് തട്ടിപ്പുകാർ നിയന്ത്രണം ഏറ്റെടുത്തത്. എത്ര ശ്രമിച്ചാലും സത്യം മൂടിവെക്കാൻ കഴിയില്ല. ഒരു വലിയ പാത്രത്തിൽ ചോറുണ്ട്, അതിലൊരു കറുത്ത വറ്റുണ്ടെന്ന് വിചാരിക്കുക. ആ കറുത്ത വറ്റെടുത്തിട്ട് ഇത് ആകെ മോശം ചോറാണെന്ന് പറയാൻ പറ്റും? അത് അങ്ങെടുത്ത് കളയാന്നുള്ളതല്ലേ ഉള്ളൂ. സാധാരണ കഴിക്കാത്തവർ അങ്ങെടുത്ത് കളയും. ഒന്നുകൂടി പറയുന്നു, കറുത്ത വറ്റ് ഒന്നല്ല, ഇപ്പോൾ സ്ഥിരീകരിച്ചത് മാത്രം 227 എണ്ണമുണ്ട്. അതും CPIM നിയന്ത്രിക്കുന്നത് മാത്രമല്ല, കോൺഗ്രസ് നിയന്ത്രിക്കുന്നതുമുണ്ട്. ഈ സത്യം പറയുന്നത് സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കാനല്ല, ഈ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയാനാണ്. നമസ്കാരം.